വിമാനങ്ങളിൽ കയറുവാൻ ഭയമാണ്. പറയുന്നത് മറ്റാരുമല്ല, ജെൻസി അഥവാ 12-നും 27-നും ഇടയിൽ പ്രായമുള്ള ജനറേഷൻ സി. JW ഷുവർട്ടി ബോൺസ് കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിൽ പകുതിയോളം ജെൻസി ഗ്രൂപ്പിന് ഇനി ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി പറഞ്ഞാൽ പോലും ഈ വിമാനങ്ങളെ വിശ്വസിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ്. ജെൻസികൾ മാത്രമല്ല, ബോയിങ്ങിനോടുള്ള ഭയം മറ്റുള്ളവരിലേക്കും അതിവേഗം വ്യാപിക്കുകയാണ്. ഈ വർഷം ആദ്യം യാത്രാമധ്യേ അലാസ്ക എയർലൈൻസിന്റെ ഡോർ പാനൽ നട്ടും ബോൾട്ടും മുഴുവനും ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഇളകിപ്പോയപ്പോൾ കൂടെ ഇളകിയത് ബോയിങ്ങിന്റെ സുരക്ഷയിലുള്ള വിശ്വാസ്യത കൂടിയാണ്. ഫെഡറൽ ഏവിയേഷൻ അടിയന്തരമായി ഇടപെട്ടതോടെ 100 കണക്കിന് ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ സുരക്ഷാ പുനഃപരിശോധനയ്ക്കായി ലോകത്തിന്റെ പല ഭാഗത്തായി നിലത്തിറക്കേണ്ടി വന്നു. തുടർന്ന് ഓരോ ദിവസവും ബോയിങ് ഓരോരോ വിവാദ ചുഴിയിൽപ്പെട്ട് കറങ്ങുകയായിരുന്നു. 2018 ഇന്തോനേഷ്യയിൽ 189 യാത്രക്കാരും കൊല്ലപ്പെട്ട ബോയിങ് മാക്സ് ദുരന്തവും 2019 എത്യോപ്യയിൽ 157 പേരുടെ മരണത്തിനിടയാക്കിയ മറ്റൊരു മാക്സ് ട്രാജഡിയിൽ നിന്നും പതുക്കെ ഒന്ന് കരകയറി വരുമ്പോഴാണ് ഇപ്പോഴത്തെ തുടർച്ചയായ സുരക്ഷാ പ്രശ്നങ്ങൾ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് പോകുകയായിരുന്ന 787 ഡ്രീം ലൈനർ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പൈലറ്റിന് ഈ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അടിയന്തരമായി നിലത്തിറക്കേണ്ടിയും വന്നു. ഫെബ്രുവരിയിൽ ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡിങ്ങിനിടയിൽ ഫ്ലൈറ്റ് കൺട്രോൾ ജാം ആകുകയും ചെയ്തതിന് പിന്നാലെയാണ് നിരവധി യാത്രക്കാർക്ക് പരിക്ക് പറ്റിയ ഈ നിലത്തിറക്കൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസ് 433 നിലത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഫ്യൂസലേജ് പാനലിൽ ഒരെണ്ണം മിസ്സിംഗ് ആണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അരൂബയിൽ നിന്ന് പറന്നുയർന്ന ഡെൽറ്റ എയർലൈൻസ് 737 എഞ്ചിനിൽ നിന്ന് തീയും പുകയും കണ്ടതിനെ തുടർന്ന് അടിയന്തരമായി ഈ വിമാനവും നിലത്തിറക്കേണ്ടി വന്നു. തെളിവെടുപ്പുമായി US കോൺഗ്രസ് ബോയിങ്ങിന്റെ തൊട്ടു പിന്നാലെയുണ്ട്. ഒപ്പം അപകടത്തിൽപ്പെട്ട യാത്രക്കാരുടെ ഓരോ ദിവസവും കുമിഞ്ഞുകൂടുന്ന നിരവധി കേസുകൾ. മാർക്കറ്റ് വാല്യുവേഷനിൽ $40 ബില്യൺ ഇടിവാണ് ബോയിങ്ങിനുണ്ടായേക്കുന്നത്. ഇതോടെ ബോയിങ് വിമാനങ്ങളുടെ ഉൽപ്പാദനം പകുതിയായി കമ്പനി കുറച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എയർലൈൻ കമ്പനി മേധാവികൾ ഇപ്പോൾ ഏറെ ആശങ്കയിലാണ് ബോയിങ്ങിന്റെ ഈ പോക്കിൽ. ഡയറക്ടർ ബോർഡുമായി ഒരു അടിയന്തര യോഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു സംഘം പ്രമുഖ വിമാന കമ്പനി തലവന്മാർ. മുഖമൊന്നും മിനുക്കി വീണ്ടും പറന്നുയരുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എയർ ഇന്ത്യക്കും ഈ ആശങ്കയുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡറാണ് എയർ ഇന്ത്യ കഴിഞ്ഞ കൊല്ലം ബോയിങ്ങിന് നൽകിയത്. 290 വിമാനങ്ങൾ. അതിൽ 190 എണ്ണം ഇപ്പോൾ വിവാദത്തിൽപ്പെട്ട ബോയിങ് മാക്സ് വിമാനങ്ങളും. ഈ വിവാദങ്ങൾക്കിടയിലാണ് ഈ മാസം ബോയിങ് വിമാനങ്ങൾക്ക് ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തിയ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ വിസിൽ ബ്ലോവറായി മുന്നോട്ട് വന്ന ജോൺ ബാർണറ്റിനെ പാർക്കിംഗ് ലോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഒരു കരിനിഴലായി ഇപ്പോഴും തുടരുകയാണ്. ഈ കാർമേഘങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ബോയിങ് പുറത്തു വരേണ്ടതുണ്ട്. ഇത് ബോയിങ്ങിന്റെ മാത്രമല്ല, വർഷങ്ങളായി ബോയിങ്ങിനെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെയും കൂടെ മനസ്സമാധാനത്തിനായി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.